ഒരിക്കലും ഫാമിലിക്ക് കാണാൻ പറ്റാത്തൊരു മൂവിയല്ല. ഈ സിനിമയുടെ പ്ലോട്ട് തന്നെ ഫാമിലിയാണ്, ഫാമിലി മൂവിയാണ് ആക്ച്വലി ഇതിൽ. പക്ഷേ 18 വയസ്സിന് താഴെയുള്ളവർ കാണാൻ പാടില്ല എന്നുള്ളൂ. ഫാമിലി എന്ന് പറയുന്നത് ഒരിക്കലും 18 വയസ്സിന് താഴെ മാത്രമല്ല, കാണാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ആൾക്കാർ അത് കാണണമെന്ന് നമ്മളൊരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മൾ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. പിന്നെ സിനിമ ഇഷ്ടപ്പെടുന്നവർ ആരായാലും വന്ന് കാണും, ഫാമിലി ആയാലും. ആക്ച്വലി വെച്ചാൽ ഇത് സിനിമയാണ്, ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഒരു റിയാലിറ്റി അല്ല. റിയാലിറ്റിയിൽ നമ്മളൊരിക്കലും സിനിമ അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല. സിനിമ നമ്മളൊരിക്കലും റിയാലിറ്റിയിലേക്ക് മിക്സ് ചെയ്യരുത്. അപ്പോൾ അത് ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്തിരിക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ഓഡിയൻസും സിനിമ ഒരിക്കലും ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യില്ല. അനാവശ്യമായിട്ട് ഈ സിനിമയിലേക്ക് ഫണ്ട് പമ്പ് ചെയ്തിട്ടില്ല. ആവശ്യത്തിന് മാത്രമേ നമ്മൾ സിനിമയിലേക്ക് ഫണ്ട് ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മളൊരിക്കലും അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുന്ന ആളല്ല. കാരണം ഞാൻ ആ ഒരു രീതിയിൽ ജീവിച്ചു വളർന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഈ എന്താ പറയുക, നമ്മളെല്ലാത്തിനെയും വാല്യൂ ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. നമ്മൾ അനാവശ്യമായിട്ട് ഒരിക്കലും പൈസ ചിലവാക്കിയില്ല. ഒരു മമ്മൂക്കയുടെ ഗ്രേറ്റ് ഫാദർ പോലത്തെ, മമ്മൂക്കൻ അത്രയും സ്റ്റൈലിഷായിട്ട് പ്ലേസ് ചെയ്തൊരു വ്യക്തിയാണ് ഹനീഫ്. ഹനീഫിൻ്റെ കഴിവുണ്ട്. പിന്നെ സക്സസും ഫ്ലോപ്പുകളൊക്കെ എല്ലാവരുടെ ലൈഫിലുണ്ടാകുന്നതാണ്. അപ്പോൾ സക്സസ്സിന് മാത്രം എൻജോയ് ചെയ്യില്ല, ഫ്ലോപ്പുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളതും കൂടി നമ്മൾ ഉത്തരവാദിത്തമാണ്. അത്രയുള്ളൂ. സെൻസറിൻ്റെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. വയലൻസിന് ഇൻറ്റൻസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എക്സ്ട്രാ വലിയൊരു സീൻ അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഇൻറ്റൻസിറ്റി കുറച്ചിട്ടുണ്ട്. പിന്നെ ആ സീൻസ് നമ്മൾ OTT കൊടുക്കും, 100% കൊടുക്കും. പിന്നെ റിയാസ് ഖാൻ്റെ പോർഷൻസ് ഒരിക്കലും വയലൻസ് നിറഞ്ഞതല്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ OTT കൊടുക്കും. പിന്നെ അവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടിന്റെ ഒരു പ്രൊജക്റ്റ് ആയിരിക്കാം അടുത്തത്, ആയിരിക്കാം. അത് ഉറപ്പിക്കാൻ പറ്റില്ല, ആയിരിക്കാം. തിയേറ്ററുകളിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കോ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഷെരീഫ് മുഹമ്മദ് ആണ് നമുക്കൊപ്പം ഉള്ളത്. സർ, വെൽക്കം. താങ്ക് യു. ഓക്കെ, ആദ്യം തന്നെ ചോദിക്കട്ടെ, ആദ്യ പ്രൊഡക്ഷൻ ആണ് മാർക്കോ. അപ്പം ഇത്രയും വയലൻസ് ആയിട്ടുള്ള ഒരു പടം, എങ്ങനെയാണ് ഇത്രയും ഒരു വയലന്റ് ആയിട്ടുള്ള പടം ആദ്യ പ്രൊഡക്ഷനിൽ എടുക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയത്? നമ്മൾ ഏത് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും അത് വയലൻസ് ആണോ എന്ന് നോക്കിയിട്ടല്ല. നമ്മൾ ഏത് പ്രൊജക്റ്റ് ആയാലും എടുക്കുന്ന റിസ്ക് ആണ്. ചെയ്യുന്ന ഏത് മേഖലയിലാണെങ്കിലും അതിൽ റിസ്ക് ഉണ്ട്. അപ്പോൾ റിസ്ക് എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം സക്സസ് വരുന്നതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് റിസ്ക് ആണെന്ന് എനിക്കറിയായിരുന്നു, എനിക്കെന്നല്ല നമ്മൾ ചെയ്ത എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ അത് സക്സസ് ആക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെ പോവാം, അതാണ് നമ്മൾ നോക്കിയിരുന്നത്. ഇപ്പം A സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. ഇപ്പൊ ക്രിസ്മസിന് റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വയലന്റ് ആയിട്ടുള്ള പടം തന്നെ ആയതുകൊണ്ട് കുറച്ച് ഫാമിലി ഓഡിയൻസിലായാലും 80+ ആണല്ലോ. അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ കുറയും, കൂടുതലും ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കാണുക. അപ്പം ഈ ഒരു സീസണിൽ ഈ പടം ഇറക്കുന്നതിന്റെ പിന്നിലുള്ളൊരു ആക്ച്വലി മാർക്കോ എന്ന് പറയുന്നത് വയലൻസ് നിറഞ്ഞ ഫാമിലി മൂവിയാണ്. ഒരിക്കലും ഫാമിലിക്ക് കാണാൻ പറ്റാത്തൊരു മൂവിയല്ല. ഈ സിനിമയുടെ പ്ലോട്ട് തന്നെ ഫാമിലിയാണ്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ ഫാമിലി മൂവിയാണ് ആക്ച്വലി ഇതിൽ. പക്ഷേ 18 വയസ്സിന് താഴെയുള്ളവർ കാണാൻ പാടില്ല എന്നുള്ളൂ. ഫാമിലി എന്ന് പറയുന്നത് ഒരിക്കലും 18 വയസ്സിന് താഴെ മാത്രമല്ല, അതിൽ കപ്പിൾസ് ഉണ്ടാവും, ഭാര്യ ഭർത്താക്കന്മാരുണ്ടാവും. അപ്പോൾ അവർക്ക് 18 വയസ്സിന് മേലെയാണെങ്കിൽ ഈ സിനിമ കാണാമല്ലോ. അപ്പോൾ ഒരിക്കലും ഫാമിലി ഇതിന് മാറ്റി നിർത്തുന്നില്ല. പക്ഷെ നമ്മൾ പ്രോപ്പർലി ഇത് പിച്ച് ചെയ്തത് ഒരു യൂത്ത് ഓറിയന്റഡ് മൂവി ആയിട്ട് തന്നെയാണ്. പക്ഷെ ഫാമിലിക്കും കൂടി കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് മാർക്കോ, ഒരു സംശയമില്ല. ആ ഒരു വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ടാണ് ഇറക്കിയതും ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നത് അല്ലേ? അതെ, ഉറപ്പായിട്ടും. നമ്മൾ എവിടെ ഒരു ഫേക്ക് പ്രോമിസോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടില്ല. മോസ്റ്റ് വയലന്റ് ആണ്. ചിലവർക്ക് അത് കാണാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ആൾക്കാർ അത് കാണണമെന്ന് നമ്മളൊരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മൾ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. പിന്നെ സിനിമ ഇഷ്ടപ്പെടുന്നവർ ആരായാലും വന്ന് കാണും, ഫാമിലി ആയാലും. ആക്ച്വലി വെച്ചാൽ ഇത് സിനിമയാണ്, ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഒരു റിയാലിറ്റി അല്ല. റിയാലിറ്റിയിൽ നമ്മളൊരിക്കലും സിനിമ അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല. റിയാലിറ്റി ഒരിക്കലും നമ്മൾ സിനിമ നമ്മളൊരിക്കലും റിയാലിറ്റിയിലേക്ക് മിക്സ് ചെയ്യരുത്. അപ്പോൾ അത് ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്തിരിക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ഓഡിയൻസും സിനിമ ഒരിക്കലും ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യില്ല. ഇപ്പൊ ചിത്രത്തിന്റെ ടീസർ ആയാലും പാട്ടുകളായാലും ഒക്കെ തന്നെ ഭയങ്കര പ്രോമിസിങ് ആയിരുന്നു. അപ്പൊ പടം ഇറങ്ങിയ സമയത്ത് ഇതിന് കിട്ടിയ ഒരു സ്വീകാര്യത അത്രത്തോളം തന്നെ ഉണ്ടായിരുന്നോ? അതിനേക്കാൾ മേലെയായിരുന്നു. ആക്ച്വലി ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്തത് ആ ടീച്ചറിൽ നിന്നായിരുന്നു. പിന്നെ നമ്മൾ ഇറക്കിയ ഓരോ പ്രൊഡക്റ്റിൽ നിന്നായിരുന്നു ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. ആ എക്സ്പെക്ടേഷൻ അവർ മീറ്റ് ചെയ്തപ്പോഴാണ് സിനിമ സക്സസ് ആയത്. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ടീം എല്ലാവരും ചെയ്തത്. അപ്പോൾ അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ എൻ്റെ ഡ്യൂട്ടിയുള്ളൂ. അപ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റിയിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഇത് എടുത്തിട്ടുള്ളത്. അതെ. അല്ല, അത് ഞാനെന്നല്ല, ഏതൊരു ബിസിനസ്സും ചെയ്യേണ്ടത് ബിസിനസ്സിൽ ക്വാളിറ്റിയാണ് മെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. റിസൾട്ട് അതിന് പിന്നാലെ വരുന്നതാണ്.
അപ്പോൾ ക്വാളിറ്റി ഡ്രിവൺ ആയിട്ട് എപ്പോഴും മുന്നോട്ട് പോകും. അപ്പോൾ അത് എൻ്റെ എല്ലാ ബിസിനസ്സിലും ഞാനത് ആ ഫോർമുല ചെയ്യാറുണ്ട്. അതിനെ സിനിമയിലേക്ക് എടുത്തു, അത്രേ ഉള്ളൂ. ഒരു ബിസിനസ്മാൻ ആയിട്ടുള്ള സാർ എന്തായിരുന്നു ഒരു സിനിമ എടുക്കണം എന്നുള്ളൊരു ഏത് പോയിന്റിലാണ് സിനിമയിലേക്ക് തിരിഞ്ഞത്? അല്ല, സിനിമ ഒരു ബിസിനസ് തന്നെയാണ് ഉറപ്പായിട്ട്. നമുക്ക് സിനിമ പാഷനും കൂടിയാണ്. അപ്പോൾ സിനിമ നമ്മളെല്ലാം എത്തിപ്പെടുന്നതാണ്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ബിസിനസ് ഒരിക്കലും ഞാൻ അതിലൊരു എക്സ്പേർട്ടൊന്നും ആയിരുന്നില്ല. പക്ഷേ ഞാൻ ആ ബിസിനസ്സിലേക്ക് എത്തിപ്പെട്ടു. അതേപോലെ അടുത്ത ലോജിസ്റ്റിക്സ് തുടങ്ങി. ലോജിസ്റ്റിക്സിലും ഞാൻ അതിലേക്ക് എത്തിപ്പെട്ടാണ്. എനിക്കിപ്പോഴും ലോജിസ്റ്റിക്സ് 100% അറിയില്ല. പക്ഷേ അത് മാനേജ് ചെയ്യാൻ എനിക്കറിയാം. എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയുള്ളൂ. അതായത് എനിക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ അറിയാം. അപ്പോൾ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാനും അറിയാം. പക്ഷേ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഏത് ബിസിനസ്സിലായാലും നമ്മുടെ ടീം, അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള ബിസിനസ്സിലുള്ള എൻ്റെ ടീമിനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെയാണ് സിനിമയിലും ഇതിലുള്ള ടീമിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വിശ്വാസമാണ് എനിക്കിവിടെ സക്സസ് ഉണ്ടാക്കി തന്നത്. ഉണ്ണിമുകുന്ദൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് റീടേക്കുകൾ വരുമ്പോഴും ഒരു കാർ സീൻസ് ഒക്കെ ചേസിങ് സീനും മറ്റേതൊക്കെ വരുന്ന സമയത്ത് റീടേക്കുകൾ വരുമല്ലോ, അപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും ഓക്കെ അത് ചെയ്യാം എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഒരു ആവശ്യമുള്ളത്, അതായത് ഉണ്ണി എന്താവശ്യപ്പെടുന്നോ അത് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. അതായത് നമ്മളൊരിക്കലും അനാവശ്യമായിട്ട് ഈ സിനിമയിലേക്ക് ഫണ്ട് പമ്പ് ചെയ്തിട്ടില്ല. ആവശ്യത്തിന് മാത്രമേ നമ്മൾ സിനിമയിലേക്ക് ഫണ്ട് ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മളൊരിക്കലും അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുന്ന ആളല്ല. കാരണം ഞാൻ ആ ഒരു രീതിയിൽ ജീവിച്ചു വളർന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഈ എന്താ പറയുക, നമ്മളെല്ലാത്തിനെയും വാല്യൂ ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. നമ്മൾ അനാവശ്യമായിട്ട് ഒരിക്കലും പൈസ ചിലവാക്കിയില്ല. നമുക്ക് നല്ല വിഷമമുണ്ടാവും, കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. കാരണം ഞാനൊരു സാധാ ഫാമിലി വന്ന ആളാണ്. അപ്പോൾ നമ്മൾ പണ്ട് സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് നമ്മളെന്താ പറയുക, പണ്ട് എൻ്റെ നാട് തളിക്കുളമാണ്. തളിക്കുളത്തൂടെ വല്ലപ്പോഴാണ് ഏതെങ്കിലും ഒരു വലിയൊരു പോഷ് കാറ് പോവുക, അല്ല മെർസിഡീസ് ബെൻസോ, നമ്മളൊക്കെ ആലോചിച്ച് നിൽക്കാൻ നമുക്കൊക്കെ എടുക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയാറുണ്ട് ആ സമയത്ത് നമ്മളൊക്കെ എപ്പോഴും എടുക്കൂടാന്നുള്ളത്. പക്ഷേ നമുക്കതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടക്കൂടിനുള്ളിൽ നിന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിച്ച് എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ നേടാൻ പറ്റും. അപ്പോൾ ഞാൻ അതിന് ശേഷം ഈ 10 കൊല്ലത്തിൽ, ഇത് അഹങ്കാരമായിട്ട് പറയില്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് പറയുകയാണ്, ഞാൻ ഈ 10 കൊല്ലത്തിൽ ഒരു 17 ലക്ഷം കാശ് മേടിച്ചു. അതന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്കിപ്പോൾ നേടാൻ പറ്റി. അപ്പം നേടിയ സമയത്ത് ഞാൻ പരമാവധി എൻജോയ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഇപ്പം കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ഓരോ സീൻ കഴിയുമ്പോഴും ബജറ്റ് മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടും. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഈ ഇവർ പറയുന്ന ബജറ്റ് നമുക്ക് എത്രത്തോളം അഫോർഡബിൾ ആവുമെന്ന് അറിയില്ലല്ലോ. നിങ്ങൾ ഇട്ടൊരു ബജറ്റിന്റെ ഉള്ളിൽ തന്നെ ഈ സിനിമയുടെ ബജറ്റ് അല്ല, ഒരിക്കലും ഇട്ട ബഡ്ജറ്റിൽ സിനിമ തീർന്നിട്ടില്ല. പക്ഷെ എല്ലാവരും പറയും ഇട്ട ബഡ്ജറ്റിൽ തീർക്കണം, അതാണ് ഒരു പ്രൊഡ്യൂസറുടെ കഴിവ്. പക്ഷെ ഞാൻ അതിലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഒരു സിനിമയ്ക്ക് എന്താണ് ആവശ്യം അതനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അതിന് കൂടിയത് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ബഡ്ജറ്റ് കൂട്ടിയുള്ള ഒരു കാരണക്കാരൻ ഞാനും കൂടിയാണ്. കാരണം ഈ സിനിമയിൽ മ്യൂസിക് ഡയറക്ടർ രവി ബസു സാറിനെ വേണമെന്ന് നിർബന്ധം പിടിച്ചാണ് ഞാൻ തന്നെയാണ് പുള്ളിനെ സജസ്റ്റ് ചെയ്ത്, ഞാൻ തന്നെയാണ് നിർബന്ധം പിടിക്കുന്നത്. അപ്പോൾ പുള്ളീനെ നമ്മൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവരും, മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പുള്ളിയുടെ ഒരു ബഡ്ജറ്റ് ഉണ്ട്. അത് നമുക്ക് പറയുന്ന ബഡ്ജറ്റ് ഭയങ്കര താങ്ങാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ പുള്ളി സഹകരിച്ച് നല്ലൊരു നമ്മൾ പറയുന്ന രീതിയിൽ പുള്ളി ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബഡ്ജറ്റ് കൂടിയതിലൊരു കാരണക്കാരൻ ഞാനും കൂടി. അപ്പോൾ ഒരിക്കലും നമ്മൾ ഡയറക്ടറെയോ അല്ലെങ്കിൽ അവരെ ഒന്നും അതിലേക്ക് ഇതാക്കാൻ പറ്റില്ല. ഡയറക്ടർ ആ ബഡ്ജറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ളത് സ്ക്രീനിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ വിശ്വാസം. അതെ അതെ. ഓക്കെ, അപ്പം ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്നതും എങ്ങനെയായിരുന്നു ഈ സ്ക്രിപ്റ്റ് സാറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു? ഉണ്ണിമുകുന്ദനായിട്ട് ഓൾറെഡി ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ഉണ്ണി സിനിമ രീതിയിൽ തന്നെയുള്ള അടുപ്പായിരുന്നു. ഞങ്ങൾ ഓൾറെഡി വേറെ മൂവി പ്ലാൻ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഉണ്ണിയുടെ കോൺഫിഡൻസ് ആയിരുന്നു ഈ മൂവി. ഉണ്ണിയാണ് എന്നോട് ഇങ്ങനെ ഒരു മൂവി ഉള്ളത് പറയുന്നതും. അപ്പോൾ നമുക്ക് അതിലൊരു അട്രാക്ഷൻ തോന്നുന്നത് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് അട്രാക്റ്റീവ് ആയത് ഉണ്ണിയുടെ കോൺഫിഡൻസിലായിരുന്നു. പിന്നെ നമ്മൾ ഹനീഫായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കൂടി. ഉറപ്പായിട്ടും ഒരു മമ്മൂക്കയുടെ ഗ്രേറ്റ് ഫാദർ പോലത്തെ, മമ്മൂക്കൻ അത്രയും സ്റ്റൈലിഷ് ആയിട്ട് പ്ലേസ് ചെയ്തൊരു വ്യക്തിയാണ് ഹനീഫ്. ഹനീഫിൻ്റെ കഴിവുണ്ട്. പിന്നെ സക്സസും ഫ്ലോപ്പുകളൊക്കെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ സക്സസിന് മാത്രം എൻജോയ് അല്ല, ഫ്ലോപ്പിലുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളതും കൂടി നമ്മൾ ഉത്തരവാദിത്തമാണ്. അത്രേ ഉള്ളൂ. എങ്ങനെയായിരുന്നു ഇങ്ങോട്ട് വന്നത്? കഥ കേട്ടപ്പോൾ ഹനീഫിന്റെ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിലേക്ക് നമുക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഏതൊരു പ്രൊഡക്റ്റും അത് ചെറിയതാവട്ടെ വലുതാവട്ടെ ആ പ്രൊഡക്റ്റിനെ ഏറ്റവും ബെസ്റ്റിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ തന്നെയാണ് അതിനെ എത്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു ആയി എന്നൊന്നും നമ്മൾ പറയുന്നില്ല, ആദ്യത്തെ സ്റ്റെപ്പാണ്. അതെ അതെ, ഉറപ്പായിട്ട്. ഇപ്പൊ ആഗോള തലത്തിൽ മാർക്ക് 25 കോടി ബീറ്റ് ചെയ്തു ആക്ച്വലി. അപ്പം എത്രയാണ് നിങ്ങൾ കാണുന്ന ഒരു സക്സസ്, അല്ലെങ്കിൽ എത്ര ദൂരം? നമ്പേഴ്സിൽ മാത്രമല്ല സക്സസ് കാണുന്നത്. നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ള ബിസിനസ്സിൽ നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. ഇതിൽ നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവില്ല. നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് കാര്യങ്ങൾ പോവുക. ഇപ്പോൾ സിനിമ സൂപ്പർ ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും കാര്യങ്ങൾ പോവുക. നമ്പേഴ്സ് മാത്രമല്ലല്ലോ സക്സസ് എന്ന് പറയുന്നത്. അതെ.
ഇപ്പം സിനിമയിലെ മറ്റ് കാസ്റ്റിനൊക്കെ നോക്കുകയാണെങ്കിൽ ഷമി തിലകന്റെ മകൻ അഭിമന്യു ഒക്കെ സിനിമയിലേക്ക് എത്തി. എങ്ങനെയായിരുന്നു ആ ഒരു കാസ്റ്റിംഗ് ഒക്കെ? കാസ്റ്റിംഗ് ഹനീഫും ഉണ്ണിയും കൂടി തീരുമാനിച്ചതായിരുന്നു. ഹനീഫ് രണ്ടുപേരും ഇത് എന്നോട് പറയുന്ന സമയത്ത് ഞാനും ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. കാരണം ഒരു ലെജൻഡറി ഫാമിലിയിൽ നിന്നൊരു ആക്ടർ വരുമ്പോൾ എന്തായാലും പുതിയൊരു ആക്ടർ ആണെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അഭിമന്യു പോലെ തന്നെ ഇഷാൻ, നമ്മൾ ഉണ്ണിയുടെ അനിയനായിട്ട് അഭിനയിച്ച ഇഷാനായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ഏട്ടൻ, സിദ്ദീഖ, ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും ഇത് ശരിക്കും പറഞ്ഞൊരു ടീം വർക്ക് ആയിരുന്നു. ആ ടീം എല്ലാവരും ഒരുപോലെ പെർഫോം ചെയ്തപ്പോഴാണ് ഈ സിനിമ നന്നായത്. ജഗദീഷ് ഏട്ടൻ ഞാൻ പറയുന്നത് ചെയ്തു, ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തിട്ടേ ഇല്ല. കണ്ടിരുന്നു പുള്ളിയുടെ ഞാൻ സെറ്റിലുണ്ടായിരുന്നു. ഞാൻ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്തായാലും ആ ഒരു സിനിമയോട് കൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാൾ തന്നെയായിരിക്കില്ല ആദ്യം മുതലേ. എങ്ങനെയുണ്ടായിരുന്നു വേറൊരു മേഖലയിൽ നിന്ന് സിനിമാ മേഖലയിലേക്ക് വന്ന സമയത്തുള്ള ഒരു ഫുൾ ജേർണിയിലുള്ള ഒരു എക്സ്പീരിയൻസ്? അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആക്ച്വലി സിനിമ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സിനിമ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. സിനിമ ഏറ്റവും ഈസി ആയിട്ട് എടുക്കാം, ഏറ്റവും ബുദ്ധിമുട്ടായ രീതിയിൽ എടുക്കാം. ഏറ്റവും ഈസി എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഡക്ഷൻ്റെ ഒരാളെ വെച്ച് നമ്മളെത്രയാണ് അവർ ആവശ്യമുള്ള ഫണ്ട് പമ്പ് ചെയ്ത് മിണ്ടാതിരിക്കുമ്പോൾ അത് ഏറ്റവും ഈസി ജോബാണ്. നേരെ മറിച്ച് നമ്മളിതിൽ ഫുള്ളി ഇൻവോൾവ് ആയി നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ജോബാണ്. കാരണം വെച്ചാൽ ബാക്കിയുള്ള ബിസിനസ്സിൽ നമുക്ക് തെറ്റിതിരുത്താനുള്ള സമയങ്ങളുണ്ട്, പലതിനും സമയങ്ങളുണ്ട്. സിനിമയിൽ അത് പറ്റില്ലല്ലോ. സിനിമ ഒരു ചെറിയൊരു നിശ്ചിത കാലയളവിൽ നടക്കുന്നൊരു സംഭവം ആയതുകൊണ്ട് നമ്മൾ ഫുള്ളി ഇൻവോൾവ് ആയി ചെയ്യുന്ന വേണം. അപ്പോൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള തലവേദന കൂടുകയും ചെയ്യും. പക്ഷെ അങ്ങനെ തലവേദന കൂടുമ്പോഴാണ് നമുക്ക് അതിന് സക്സസ് ഉണ്ടാകുമ്പോൾ ഇരട്ടി മധുരാക്കുന്നത്. ഇപ്പം ചിത്ര ഇനി OTT ഇറങ്ങുന്ന സമയത്ത് ഇതിൽ നിന്ന് സെൻസർ ചെയ്ത് കളഞ്ഞ ഒരുപാട് സെൻസറിന്റെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്റൻസിറ്റി കുറയ്ക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. വയലൻസിന് ഇന്റൻസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എക്സ്ട്രാ വലിയൊരു സീൻ അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല, ഇന്റൻസിറ്റി കുറച്ചിട്ടുണ്ട്. പിന്നെ ആ സീൻസ് നമ്മൾ OTT കൊടുക്കും, 100% കൊടുക്കും. പിന്നെ റിയാസ് ഖാന്റെ പോർഷൻസ് ഒരിക്കലും വയലൻസ് നിറഞ്ഞതല്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ OTT കൊടുക്കും. പിന്നെ അവരാണ് തീരുമാനിക്കുന്നത്. കാരണം നമ്മളൊരാൾക്കൊരു പ്രൊഡക്റ്റ് സെല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിലാണ്. നമുക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിത് വേണം എന്ന് പറയാൻ പറ്റില്ല. നമ്മളെല്ലാം നമ്മൾ കൊടുക്കും. ഇപ്പോൾ സെൻസറിൽ കൊടുത്തപ്പോഴും ഫുൾ വേർഷനാണ് കൊടുത്തത്. അവർ കട്ട് ചെയ്തു, നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, പരമാവധി റിക്വസ്റ്റ് ചെയ്ത് പരമാവധി നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. അവരുടെ ലിമിറ്റേഷൻ നമുക്ക് തരികയും ചെയ്തു. ഇതുപോലെ തന്നെ OTT അവരെന്താണോ തീരുമാനിക്കുന്നത് അതുപോലെയാണ് മുന്നോട്ട് പോകുക. നമ്മുടെ ലിമിറ്റേഷനിലായാലും നമ്മൾ ചെയ്യും. ഇപ്പൊ കേരളത്തിലല്ലാതെ മറ്റ് സ്ഥലങ്ങളിലെ ചിത്രത്തിന്റെ അഭിപ്രായങ്ങൾ ഒക്കെ കേട്ടോ, റിസീവ്ഡ് ആയിരുന്നു? ആക്ച്വലി നമ്മൾ ഡിസംബർ 20 മലയാളവും ഹിന്ദി വേർഷനുമാണ് ഇറങ്ങിയത്. അപ്പോൾ ഹിന്ദി വേർഷൻ എനിക്ക് തോന്നുന്നു ഇന്നലെ തൊട്ട് പിക്കായി തുടങ്ങി. നല്ല രീതിയിൽ ഇപ്പോൾ ഹൗസ്ഫുൾ ഷോസ് ആണ് ഹിന്ദി വേർഷൻ പോയിട്ട്. മലയാളം വേർഷൻ ഓൾറെഡി 20 തൊട്ടിട്ട് തന്നെ ഔട്ട്സൈഡ് കേരളം നല്ല റിസൾട്ട് ആവുന്നു കൊടുക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് GCC. എന്താ പറയാ, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് GCCയിലെയും ഔട്ട്സൈഡ് ഇന്ത്യ കളക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹിന്ദി എനിക്ക് തോന്നുന്നത് ഇനി ഔട്ട്സൈഡ് ഇന്ത്യയിലേയും കൂടി ഹിന്ദി റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു വലിയൊരു ബൂം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. തമിഴ്, തെലുഗു നെക്സ്റ്റ് വീക്ക്, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസങ്ങളിൽ തന്നെ റിലീസാവും. നമ്മൾ അതിന്റെ സെൻസർ വർക്ക് നടന്നുകൊടുക്കുക. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് സെൻസറിലേക്ക് നടക്കാൻ. ഇപ്പം ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ പ്രൊഡ്യൂസർ ആവുന്ന സമയത്ത് നമുക്ക് ഓഫ്കോഴ്സ് വലിയ മുൻനിര താരങ്ങളെ വെച്ച് ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം എന്തായാലും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. ആരാണ് മനസ്സിലുള്ള ഒരു മുൻനിര വലിയ താരം? എല്ലാവരും ഉണ്ട്. അത് നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ലെജൻസ് ഉണ്ടല്ലോ, മമ്മൂക്ക, ലാലേട്ടൻ, ഈ സുരേഷ് ഏട്ടൻ, കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും ലെജൻസ് ആണ്. മമ്മൂട്ടിയായിട്ടൊരു പ്രൊജക്ട് നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പ്രതീക്ഷിക്കാൻ വെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മൾ സംസാരങ്ങൾ നടക്കുന്നുണ്ട്, അതിന്റെ ഫൈനലൈസ് ആയിട്ടില്ല. അത് മമ്മൂക്കയാണല്ലോ തീരുമാനിക്കുന്നത്. മമ്മൂക്കയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അത് പ്രൊജക്റ്റിലേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ മമ്മൂട്ടിന്റെ ഒരു പ്രൊജക്ട് ആയിരിക്കാം അടുത്തത്, ഉറപ്പിക്കാൻ പറ്റില്ല, ആയിരിക്കാം. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് മാർക്കോ. വലിയൊരു വിജയമാവട്ടെ, പ്രതീക്ഷ പോലെ അടുത്തടുത്ത സിനിമകളൊക്കെ വരട്ടെ. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.